നല്ല വൃത്തിയിൽ കാണുന്നുണ്ട്. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിലാണ്. അതായത് കുറച്ച് പെൺപിള്ളേരുടെ മുമ്പിൽ ഒരു മൈരൻ, അതായത് ഒരു 45-50 വയസ്സിന്റെ ഇടക്ക് പ്രായം തോന്നിക്കുന്ന ഒരു മൈരൻ മാസ്റ്റുറേഷൻ അവരുടെ മുമ്പിൽ നിന്ന്. അവർക്ക് അപ്പോൾ കണ്ട ടൈമിൽ അവർക്ക് അത് പ്രതികരിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് ഷോക്കായി പോയി. അറിയാലോ, പെട്ടെന്ന് ഇത് കാണുമ്പോൾ അവർക്ക് അത് പ്രതികരിക്കാൻ പറ്റിയില്ല. മാത്രമല്ല അവർ ബസ് വരുന്ന ടൈമാണ് ഉണ്ടായത്. അത് അവർക്ക് അന്നേരം ഇത് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവര് ഇത് നടന്ന ടൈമിൽ തന്നെ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു. അവര് ഇയാളുടെ അടുത്തേക്ക് പോയ ടൈമിൽ ഇയാൾ ഓടിയെന്നാണ് പറഞ്ഞത് ഇവര്. അപ്പോ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിപ്പോ ഇൻസ്റ്റയിൽ അവരിപ്പോ അത് പോസ്റ്റ് ഇടും. അവർക്ക് അത് റിപ്പോർട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അവര് ബസ് വരുന്ന ടൈമാണ്. കോയമ്പത്തൂർ അവര് വർക്ക് ചെയ്യുന്നത്. അവര് കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബസ്സേ ഉള്ളൂ. നാളെ അവർക്ക് ജോലിക്ക് കയറേണ്ടതുകൊണ്ട് അവരധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് വീഡിയോ ചില സമയങ്ങളിൽ നമുക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗതികേടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് എത്താൻ കുറച്ച് വൈകും. ആ സമയം ഈ പറയപ്പെടുന്ന ആള് രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. ആ സമയങ്ങളിൽ 2 എണ്ണം പൊട്ടിച്ചാലും പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് പറയുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നും അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ഒരു പ്രവണത ഞാൻ വെച്ചു പുലർത്തുന്നുണ്ട്. 2 എണ്ണം പൊട്ടിക്കേണ്ട ഇടത്ത് 2 എണ്ണം പൊട്ടിക്കുക തന്നെ ചെയ്യുന്നുമുണ്ട്. കാരണം അത് സാഹചര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല, ഗതികേട് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇതുപോലെയുള്ള ആളുകൾ, നിങ്ങൾ ആദ്യം വീഡിയോയിലൂടെ കണ്ടതുപോലെയുള്ള ആളുകളെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ എടുത്ത് നിങ്ങൾ പോലീസിന് അയച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കും. ഇവിടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ അതേ മുഖച്ഛായുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഈ രണ്ടും ഒരേ ആളുകളാണ് എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ 5-ാം തീയതി റെയിൽവേ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ 5-ാം തീയതി കേസെടുത്ത ഇതേ വ്യക്തിയാണോ ഇപ്പോഴും ഇത് ഇങ്ങനെ അവയവം അഥവാ ലൈംഗിക അവയവം അതല്ല എങ്കിൽ അയാളുടെ രഹസ്യഭാഗം തുറന്നിങ്ങനെ പരസ്യമായിട്ട് കാണിക്കുന്നുള്ളത്? സ്ത്രീകളും കുട്ടികളുമുള്ള ഇടങ്ങൾ പരിശോധിച്ച്, അത് ചിലപ്പോൾ രാത്രിയായിരിക്കും, ചിലപ്പോൾ ബസ് സ്റ്റാൻഡ് ആയിരിക്കും, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ ബസ്സായിരിക്കും, ചിലപ്പോൾ ട്രെയിൻ ആയിരിക്കും എന്നീയിടങ്ങളിൽ സ്ത്രീകൾ ഒറ്റപ്പെട്ട് കാണുകയോ അല്ലെങ്കിൽ 1-2 സ്ത്രീകൾ മാത്രമുള്ളതായി കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ തുണി അങ്ങ് പൊക്കും. തുണി പൊക്കിക്കഴിഞ്ഞിട്ട് അറിയാലോ, ബാക്കിയുള്ള കലാപരിപാടികളൊന്നും ഞാൻ വിശദീകരിച്ചു തരുന്നില്ല. ആ സംഭവം അങ്ങ് ചെയ്യും. അപ്പൊ ഇത് ചെയ്യുമ്പോഴാണ് ഇയാൾക്ക് എന്താണ് ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വേറൊന്നുമല്ല, കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ടില്ല. എല്ലാ പരിപാടിക്കും ഉള്ളത് നല്ല മരുന്ന് എന്ന് പറയുന്നത് പോലീസ് കേസെടുത്ത് നടക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഇടപെട്ട് നടക്കുന്നില്ല എങ്കിൽ അടി തന്നെയാണ്. അത് കിട്ടേണ്ടതുപോലെ കിട്ടണം. ഈ പറയുന്നവൻ്റെ മറ്റേ ഇടത്തേക്ക് അത് ഒഴിക്കുക തന്നെ വേണം. നല്ല മുളക് വെള്ളം ഇങ്ങനെ കലക്കിയെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കാരണം അജാതി പണി ഇവന്മാർക്ക് കൊടുക്കണം, അല്ലാതെ ഒന്നും ഇവർ ശരിയാവില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു പുലർച്ചെ സമയത്ത് കുറച്ച് പെൺകുട്ടികൾ സഹോദരിമാരിങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഇയാളിങ്ങനെ മുണ്ടിങ്ങനെ മാറ്റിയിട്ട് സഹോദരിമാർക്ക് മുന്നിൽ ഇയാളുടെ അവയവം ഇങ്ങനെ കാണിക്കുക, ലൈംഗിക ചോയോട് കൂടിയിട്ട് ഇതിങ്ങനെ സ്വയംഭോഗം ചെയ്യാണ് അയാൾ. അപ്പോൾ എത്രത്തോളം വലിയൊരു വിഷയമാണത്. അപ്പോൾ ഈ പെൺകുട്ടികൾ ആദ്യം ഷോക്കായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് ഇവരെന്ത് ചെയ്തു, മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ പോലീസ് കേസെടുക്കുന്ന സമയത്ത് ഇയാളുടെ കിടുക്കാമണി അടിച്ചു പൊട്ടിക്കുക എന്നുള്ളതാണ്. കാരണം ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം അല്ലാതെങ്കിൽ ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ തുണിയൊക്കെ പൊക്കി പിടിച്ചിട്ട് ഈ പറയുന്ന കിടുക്കാമണി ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇനി നോക്കുക, ഒരു സ്ത്രീ ഒറ്റക്കാണെങ്കിലും ഇപ്പോൾ ഇതൊരു കൂട്ടമായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയപ്പെടുന്ന സംഭവ സമയത്ത് ഒരു സ്ത്രീ തനിച്ചാണ്, ആരുമില്ല, എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കാം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ഒരു 5 മിനിറ്റ് സമയം എടുക്കും. ഇതിനിടയിൽ കടന്നു കയറി പിടിച്ചു കഴിഞ്ഞാൽ, ഒരു ഗോവിന്ദചാമി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാകും? പിന്നീട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ദിനദിന
ശിക്ഷിക്കാം എന്നല്ലാതെ വേറൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരക്കാരെ കൃത്യമായ രീതിയിൽ കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ട് ജയിലിനകത്തിടുക, പുറത്തേക്ക് വിടരുത് എന്നാണ് എനിക്ക് പറയുന്നത്. കോടതി ജാമ്യം കൊടുക്കരുത്, കോടതി ജാമ്യം കൊടുക്കരുത്. കാരണം കോടതി ജാമ്യം കൊടുക്കണമെന്നുണ്ട് എങ്കിൽ ഇയാൾ ഇനി മേലാൽ ഇത് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതാ ഈ പറയപ്പെടുന്നത്, എനിക്ക് ഉറപ്പില്ല ഈ രണ്ടുപേരും ഒന്നാണ് എന്നുള്ളത്, എന്നാൽ പോലും ഒരേ മുഖച്ഛായുള്ള ആളുകളാണ്. അതായത് റെയിൽവേ പോലീസ് കേസെടുത്തു എന്ന് പറയപ്പെടുന്ന അതേ വ്യക്തിയാണ് വീണ്ടും ഇവിടെ ഈ സംഭവം കിടുക്കാമണി പുറത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും വേണം. കാരണം ഇയാൾ ആരാണ് എന്നുള്ളത് അറിയില്ല. ഈ സംഭവം നടന്നിട്ടുള്ളത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിലെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്, KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു രീതിയിലും ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ പെൺകുട്ടികൾ നിയമപ്രകാരം പരാതിപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ പോലീസ് കേസെടുക്കണം, പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇല്ല എങ്കിൽ ഇയാളെ ഇനി കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കുന്നില്ല, നിയമപരമായിട്ട് ഒരു രീതിയിലും പരിരക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല പണി കൊടുക്കുക. കാരണം വേറെ വഴിയൊന്നുമില്ല, വേറെ ഒരു വഴിയുമില്ല ഇത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഒരു കുറ്റകൃത്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ ആദ്യം ശിക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ അവർക്ക് ഭയമില്ലാതെയായി പോകുന്നു. പിന്നീട് അവർ എന്താ ജയിലിൽ പോയാൽ ഇത്ര ദിവസമല്ലേ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലയിടങ്ങളിലും തനിച്ചാകുന്ന അവസ്ഥകളിലൊക്കെ ഇവരൊക്കെ കടന്നു കയറിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് വന്നേക്കാം, ബലാത്സംഗം ചെയ്തു എന്ന് വന്നേക്കാം. അങ്ങനെയുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഇത്തരക്കാർക്കെതിരെ നമ്മുടെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.